അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. അർജുനെ രക്ഷപ്പെടുത്താനായി സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി നാളെ സുപ്രീംകോടതി പരിഗണിക്കും. അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. അതേസമയം അർജുനെ രക്ഷിക്കാൻ കേരള സർക്കാർ എല്ലാ നിലയിലുമുള്ള ഏകോപനം നടത്തുന്നുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അർജുനായി മലയാളികൾ ഒരേ മനസ്സോടെ കാത്തിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ ഭാഗമായി എല്ലാ നിലയിലുമുള്ള ഏകോപനവും ഇടപെടലും നടത്തുന്നുണ്ട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ സമൂഹം ആഗ്രഹിക്കുന്നത് പോലെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അപകടമുണ്ടായാൽ മനുഷ്യസഹജമായ കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ കർണാടക സർക്കാർ അത് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണെന്ന് K. രാധാകൃഷ്ണൻ MP. ഇത്തരമൊരു അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യസഹജമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. പക്ഷെ അത്രയും ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് എല്ലാ കോണുകളിലും. മറ്റൊരു സംസ്ഥാനത്താണ് അപകടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിന് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എല്ലാം നല്ലപോലെ ഇടപെട്ടിട്ടുണ്ട്. സംഭവം നടന്ന് 6 ദിവസം പിന്നിട്ടിട്ടും താൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം. I am not aware of the details, but I hope. He's 6 days already. 6 days? Yeah. How come He's we do? inside a truck, Bharat Benz truck, due to the landslide. That rescue operation is going on. Some delays happen. അർജുനായിലെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്ന് കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രതികൂലമായ കാലാവസ്ഥയും രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് മണ്ണിടിയുമോ എന്നുള്ള ഭയവുമാണ്. അപ്പോൾ അധികം എക്യുപ്മെന്റ്സ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നാണ് അവർ നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം കുറെ കൂടെ ഊർജിതമാക്കി, കുറെ കൂടെ ഭംഗിയാക്കി എത്രയും പെട്ടെന്ന് ഈ ആളെ പുറത്തെടുക്കണം എന്നല്ലേ അത് ഞങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യരഹിതമായ പ്രവൃത്തിയാണ് കർണാടക സർക്കാർ ചെയ്യുന്നതെന്ന് ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് ചെയർമാൻ ഡോക്ടർ GR ഷൺമുഖപ്പ കുറ്റപ്പെടുത്തി. അതേസമയം തെരച്ചിലിൽ ക്രൂരമായ അലംഭാവമെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.